നമ്മളിപ്പോൾ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റപ്പ് ആക്കി നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ഫ്രിഡ്ജൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ സർപ്രൈസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിന്ന് രാവിലെ കുറച്ച് ബീഫ് മേടിക്കാൻ വേണ്ടി പോവാണ്. ഗസ്റ്റൊക്കെ വരുന്നുണ്ടല്ലോ. മീൻ ഇന്നലെ നമ്മുടെ നോർമൽ ഫ്രിഡ്ജിലായിരുന്നു വെച്ചത്. അതുകൊണ്ടിട്ട് ചെറുതായിട്ട് ചീത്തയായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഈ രാവിലത്തെ വെയിൽ കൂടണം നല്ലതാ ചേട്ടാ. വെയിലിന്റെ പൊടി പല്ലെന്തൊക്കെ ഇറങ്ങിയൊക്കെയാണ്. അതിപ്പോ രാവിലെ ഞാൻ അവിടെ ഫ്രഞ്ചീസ് കൊടുക്കാനൊന്നും അല്ല പോണത്. ബീഫ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഉള്ളവരെല്ലാരും വീഴണം. അങ്ങനെ 2 കിലോ ഫ്രഷ് ബീഫ് മേടിച്ചട്ടോ. ബീഫ് കണ്ടപ്പോൾ നിസ് പറയുവാണ് എന്നെ പോലെ ഇരിക്കണം. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ ബീഫ് ഒരേപോലെ ഇരുന്നേനെ കാണാൻ. നോക്കട്ടെ. എന്നിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഗോസ്റ്റ് ബീഫിന്റെ സ്മെല്ലും പിടിച്ചേക്കുക. എന്റെ ഫേസ് കണ്ടപ്പോൾ ഗോസ്റ്റ് മനസ്സിലായി ഞാൻ കൊടുക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ നിസ് നേരെ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ റെഡി ആയിട്ട് പോകുന്നത്. ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് എന്റെ ലുക്ക്. അടിപൊളിയല്ലേ? ഒരു മാരാരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറെ നേരമായിട്ട് ട്രെയിൻ പിടിച്ചിട്ടേക്കുവാണ്. 2 ട്രെയിൻ ഓൾറെഡി പാസ് ചെയ്ത് പോയി. എന്നിട്ടും വണ്ടി അവിടെ തന്നെ കിടക്കുവാണ്. നമുക്ക് ഇനി കല്യാണത്തിന് പോകാൻ പറ്റുമെന്നൊന്നുള്ള വീട്ടിൽ കൊണ്ട് ഇവരാക്കി കഴിയുമ്പോഴത്തേന് ഏകദേശം 2 മണി കഴിയും. അവസാനം മുകളിലേക്ക് വിളിച്ചു പറഞ്ഞ് 1:45 ട്രെയിൻ എത്തിച്ചു. മൊത്തം 11 ആൾക്കാരുണ്ടായിരുന്നു, 22 ലഗേജ്. അവസാനം എല്ലാരും കൂടി തട്ടിക്കൂട്ടി വണ്ടി കയറ്റി നോക്കിയപ്പോ ഫ്രണ്ട് ചേരുന്ന ഒരാളെ കാണാനില്ല. അങ്ങനെ ഒരു കണക്കിന് ഞാൻ വീട്ടിലെത്തിച്ച്. അപ്പോഴാണ് ഇതുവരെയായിട്ടും കുരക്കാത്ത ഗോസ്റ്റ് ഇവരെ കണ്ടിട്ട് കുരക്കാൻ തുടങ്ങിയത്. അമ്മ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഭാഗ്യം അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ അവരെല്ലാരും അകത്തേക്കും പോയി, ഞങ്ങൾ പുറത്തേക്കും പോയി. ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോഴാണ് ദേ അടുത്ത പണി റെയിൽവേ ഗേറ്റ് അട. വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. എന്താണെന്ന് അറിയില്ല. 3 മണിയായപ്പോഴത്തേനും ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തേനും ആരെയും കണ്ടു. അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കാറ്ററിംഗ് ചേച്ചിമാരായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോകുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവരെ നടുക്കേറി അങ്ങ് ഇരുന്നു. ഡയറ്റ് ആയതുകൊണ്ട് വലിയ രീതിയിലൊന്നും കഴിച്ചില്ലട്ടാ. ഏറ്റവും ആദ്യമായിട്ട് വന്നിട്ട് ഫുഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു സദ്യയും കഴിച്ചിട്ടാ. വിളമ്പി തരാൻ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് എല്ലായിടത്തും ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഒരുപാട് പിള്ളേരുള്ളതുകൊണ്ട് 2 ബോക്സ് ഐസ്ക്രീമും ഞങ്ങൾ മേടിച്ചിട്ടാ. നാളെ ഒരു കിഡിൽ സർപ്രൈസ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർപ്രൈസിന് മുന്നേ ഞങ്ങളൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബീച്ച് വരെ ഒന്ന് വന്നിട്ടോ. എപ്പോൾ ബീച്ച് വന്നു കഴിഞ്ഞാൽ മണ്ണി കളിക്കുന്നതേ ഇവന്റെ ഒരു ശീലമാണ്. ഇവൻ മിക്കൊരു മണൽ മാഫിയാവുന്ന എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ ബീച്ചിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എല്ലാം മേടിച്ചു തന്നു. ഞാൻ ഓർത്ത് ഇവന്റെ കടയിൽ നിന്നായിരിക്കുന്നു. കടയിൽ ഇല്ലാഞ്ഞിട്ട് ഇവൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ മേടിച്ചു തന്നു. താങ്ക്സ് സർ. അതിന്റെ പേരെന്താ? നെഹൽ. താങ്ക് യു കേട്ടോ. താങ്ക് യു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ഞാൻ പൈസ കൊടുത്തതാണ്, പക്ഷെ അവൻ മേടിച്ചില്ല. അടുത്ത പ്രാവശ്യം നിനക്ക് ഐസ്ക്രീം മേടിച്ചില്ല. ഓക്കെ, ശരി.